ഹായ് ഓൾ, സീക്വൽ പഠിക്കുന്ന ഒരു N2 ലെക്ചർ സീരീസിന്റെ 7th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജോയിൻസ് എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻസും ഇതിന്റെ എല്ലാം തിയറിറ്റിക്കൽ പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിലൂടെ ജോയിൻസിന്റെ പ്രാക്ടിക്കൽ പാർട്ട്, അതായത് ജോയിൻസ് എങ്ങനെയാണ് നമ്മൾ മൈസിക്കൽ കോഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. എപ്പോഴത്തെ പോലെയും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം ടു ഡാറ്റാ സോൾ. ജോയിൻസ് എന്ന സീക്വൽ ക്ലോസ് മൈസീക്വലിൽ എങ്ങനെയാണ് കോഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ്, ഇതിന്റെ തിയറിറ്റിക്കൽ പാർട്ട് അറിയാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 6 കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ജോയിൻസ് എന്ന് പറയുന്നത് രണ്ടിലധികമോ ടേബിൾസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ടേബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സീക്വൽ ക്ലോസ് ആണ്. അപ്പോൾ നമുക്കിനി ഇവിടെ രണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് കുറച്ച് വാല്യൂസ് ഒക്കെ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ജോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ എല്ലാ ടൈപ്പ് ഓഫ് ജോയിനും നമ്മളിവിടെ കാണിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കിനി മൈസീക്വൽ ഓപ്പൺ ചെയ്ത് രണ്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ മൈസീക്വൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. മൈസീക്വൽ കമാൻഡ് ലൈൻ ക്ലയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ മൈസീക്വൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ടേബിൾസിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കേസിൽ നമ്മൾ രണ്ട് ടേബിൾസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്ന പ്രൊഡക്ട്സും സെക്കൻഡ് ടേബിൾ എന്ന് പറയുന്ന സ്പെസിഫിക്കേഷൻസും. ഈ രണ്ട് ടേബിളും എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി ഇത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ മൊബൈൽസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് 4 കോളംസ് ആണുള്ളത്. പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ് ആൻഡ് ബ്രാൻഡ്. ഇനി അതിലോട്ടേക്കുള്ള വാല്യൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ വാല്യൂസ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കാൻ പോകുന്നത്. പ്രൊഡക്റ്റ് അണ്ടർസ്കോർ വാല്യൂസ്. ഈ ഒരു ഡാറ്റയാണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാൻ പോവുകയാണ്. കോപ്പി ചെയ്തോടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ കാണിക്കുന്നുണ്ട് ക്വറി ഓക്കെ 70 റോസ് അഫക്റ്റഡ്. അതായത് ആ ക്വറി റൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ക്രിയേറ്റ് ആയാലും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 70 റോസ് സെറ്റ് ചെയ്യുന്നത്. 70 റോസ് ഓഫ് ഡേറ്റ ആണുള്ളത്. അപ്പോൾ ആ ടേബിൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4 കോളംസ് ആണുള്ളത്. പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ് ആൻഡ് ബ്രാൻഡ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന പ്രൊഡക്ട്സ് എന്ന ടേബിളിലെ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറയുന്നതിൽ 1 തൊട്ട് 70 വരെയുള്ള എല്ലാ നമ്പറും ഉണ്ട്. 1 തൊട്ട് 70 വരെ നമുക്കിവിടെ നോക്കി നോക്കാം. അപ്പോൾ കണ്ടോ, 1 തൊട്ട് 70 വരെയുള്ള എൻ്റെ ഡാറ്റ. അപ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറയുന്നത് 1 തൊട്ട് 70 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ പ്രൊഡക്ട്സ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയും അതിലോട്ടേക്ക് വേണ്ട വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്ത വീഡിയോ പാർട്ട് 4 അത് നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻ എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ സ്പെസിഫിക്കേഷൻ എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 കോളംസ് ആണുള്ളത്. ഐ ഡി, റാം ആൻഡ് റോം. അപ്പം അതിൻ്റെ വാല്യൂസ് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഗൂഗിൾ ഡോക്യുമെൻ്റ് നിന്നാണ്. ഈ കാണുന്ന വാല്യൂസ് ആണ് നമ്മൾ സ്പെസിഫിക്കേഷൻസ് എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഗൂഗിൾ ഡോക്യുമെൻറ്റും പ്രൊഡക്ട്സ് അണ്ടർസ്കോർ വാല്യൂസ് എന്ന ഗൂഗിൾ ഡോക്യുമെൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് കോപ്പി ചെയ്യാം.
ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. അത് കാണാൻ സാധിക്കുന്നുണ്ട് ക്വറി ഓക്കെ, അത് ക്വറി സക്സസ്ഫുൾ റൺ ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ കൺഫേം ചെയ്ത് നോക്കാം. അതിനുവേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം സ്പെസിഫിക്കേഷൻസ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 91 റോസ് ഓഫ് ഡാറ്റ ഉണ്ട്. അതുപോലെ തന്നെ 3 കോളംസ് എന്ന് പറയുന്ന 3 കോളംസ് ആണുള്ളത്. 3 കോളംസ് എന്ന് പറയുന്നത് ID, RAM ആൻഡ് ROM ആണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്പെസിഫിക്കേഷൻ എന്ന ടേബിൾ ID നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 പിന്നെ 10 ആണുള്ളത്. 7, 8, 9 ഇല്ല. അത് നമുക്ക് അവസാനത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70ക്ക് ശേഷം 71, 72, 73 ഈ 3 റോസ് എക്സ്ട്രാ ഉണ്ട് താനും. അതായത് സ്പെസിഫിക്കേഷൻസ് എന്ന ടേബിളിലെ ID എന്ന കോളത്തിൽ 1 to 73 വരെയുള്ള നമ്പേഴ്സിൽ 7, 8, 9 എന്നീ നമ്പേഴ്സ് മാത്രമില്ല. എന്നാൽ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ പ്രൊഡക്റ്റ് ID എന്ന് പറഞ്ഞ കോളത്തിൽ 1 തൊട്ട് 70 വരെയുള്ള എല്ലാ നമ്പേഴ്സാണ് ഉള്ളത്. ഇപ്പം നമ്മൾ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളും സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേബിളും. ഇനി 2 ടേബിളിലേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻ എന്ന് പറയുന്നത് ജോയിൻ അഥവാ ഇന്നർ ജോയിൻ ആണ്. അപ്പം ജോയിൻ ഓർ ഇന്നർ ജോയിൻ ഇത് യൂസ് ചെയ്യുന്നത് 2 ടേബിളിലെ കോമൺ ആയിട്ട് വരുന്ന ഡാറ്റ മാത്രം കമ്പൈൻ ചെയ്ത് ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു യൂസ് കേസിലൂടെ ഇതൊന്ന് കൂടുതൽ മനസ്സിലാക്കാം. അതായത് എനിക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിളിൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ പ്രൊഡക്റ്റ് IDയും പ്രൊഡക്റ്റ് നെയിം വേണം. അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിലെ റാമും റോമും വേണം. ഈ ഒരു കേസിൽ ഇന്നർ ജോയിൻ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. സെലക്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഏതൊക്കെ കോളംസ് ആണ്? പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും പ്രൊഡക്റ്റ് അണ്ടർസ്കോർ IDയും പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞ കോളം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാം പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID കോമ പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എനിക്ക് നേരെ സെലക്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID കോമ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് ടൈപ്പ് ചെയ്താൽ പോരെയെന്ന്. പക്ഷെ നമ്മൾ ജോയിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോയിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് 2 ടേബിളിൽ നിന്നാണ് കോളംസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ MySQL മനസ്സിലാവത്തില്ല ഏത് ടേബിളിൽ നിന്നാണ് ഞാൻ ആ ഒരു കോളം എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID എന്ന് പറയുന്ന സമയത്ത് പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID എന്ന് കോളം എടുക്കണം. പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് കോളം എടുക്കണം. അപ്പം ജോയിൻസ് യൂസ് സമയത്ത് നമ്മളിപ്പം ടേബിൾ ഡോട്ട് കോളം നെയിമാണ് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ MySQL ആ ഒരു കമാൻഡ് മനസ്സിലാവത്തില്ല. അപ്പം നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID എടുത്തു പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എടുത്തു പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും. ഇനി നമുക്ക് വേണ്ടത് സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്നും റാമും വേണം റോം വേണം. അപ്പം ഞാൻ റാം എടുക്കുന്നത് എങ്ങനെയാണ്? സ്പെസിഫിക്കേഷൻസ് എന്ന ടേബിൾ. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് ഡോട്ട് റാം, സ്പെസിഫിക്കേഷൻസ് ഡോട്ട് റാം കോമ ഇനി എനിക്ക് സ്പെസിഫിക്കേഷൻ ടേബിളിൽ നിന്നും റോം എടുക്കണം. അപ്പോൾ വീണ്ടും ഞാൻ ടേബിൾ നെയിം അടിക്കുന്നു സ്പെസിഫിക്കേഷൻസ് ഡോട്ട് റോം. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കോളംസാണ് വേണ്ടതെന്ന് കൊടുത്തു. ഇനി നമുക്ക് എവിടെ നിന്നാണ് വേണ്ടത്? അതായത് ഫ്രം. ഇപ്പോൾ എവിടെ നിന്ന് എടുക്കേണ്ടത്? എനിക്ക് പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്ന് എടുക്കണം, സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഈ 2 ടേബിളിൽ നിന്ന് എടുക്കണം. അതായത് ഫ്രം പ്രൊഡക്ട്സ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആ പ്രൊഡക്ട്സും വേണം സ്പെസിഫിക്കേഷൻ വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ജോയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്നർ ജോയിൻ അഥവാ ജോയിൻ. അപ്പോൾ നമുക്കിവിടെ ഫ്രം പ്രൊഡക്ട്സ് ജോയിൻ സ്പെസിഫിക്കേഷൻ കൊടുക്കാം. പ്രൊഡക്ട്സ് ജോയിൻ സ്പെസിഫിക്കേഷൻസ്. അതായത് ഞാൻ ഈ വാല്യൂസ് ഒക്കെ എടുക്കുക, ഞാൻ ഈ കോളംസ് മൊത്തം എടുക്കേണ്ടത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്നാണ്. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ജോയിൻ എന്ന് പറയുന്ന സീക്രട്ട് ക്ലോസ് യൂസ് ചെയ്തിട്ടാണ് ജോയിൻ അഥവാ ഇന്നർ ജോയിൻ. അപ്പോൾ ഇതുവരെ എഴുതിയ കോഡ് നമ്മളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് നമ്മൾ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID എന്ന് പറഞ്ഞ കോളം വേണം, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞ കോളം വേണം, റാം എന്ന് പറഞ്ഞ കോളം വേണം, റോം എന്ന് പറഞ്ഞ കോളം വേണം. ഇവിടുന്ന് പ്രൊഡക്ട്സ് ജോയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്ന ആ ജോയിൻഡ് ആയിട്ടുള്ള ഒരു ടേബിളിൽ നിന്നും. ഇനി എങ്ങനെയാണ് 2 ടേബിൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്ന കണ്ടീഷൻ നമ്മൾ പറയണം. അപ്പോൾ 2 ടേബിൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കണ്ടീഷനാണ് നമ്മൾ ഓൺ എന്ന് പറയുന്ന SQL ഓപ്പറേറ്റർ വെച്ച് പറയാൻ പോകുന്നത്. ഇവിടുത്തെ ഓപ്പറേറ്ററാണ് ഓൺ എന്ന് പറയുന്നത് ഓൺ. അപ്പോൾ ഈ 2 ടേബിൾ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഓരോ കോളംസ് വെച്ചിട്ടാണ്. അതായത് ഈ ടേബിളിൽ ഒരു കോളവും ഈ ടേബിളിൽ ഒരു കോളവും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ആ 2 ടേബിൾ സെയിം ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ 2 ടേബിൾ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഓൺ കൊടുക്കാൻ പോവുകയാണ്. അതായത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ IDയും സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിലെ IDയും ഈ 2 കോളംസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൺ പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID ഈക്വൽ ടു
സ്പെസിഫിക്കേഷൻസ് ഡോട്ട് ഐ ഡി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്ത കണ്ടീഷനാണ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡിയും സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേബിളിലെ ഐ ഡിയും ഈക്വൽ ആണെന്ന്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ രണ്ട് ടേബിൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡിയും പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിമും റാമും റോമും ഈ കോളംസ് കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 88 റോസ് ഓഫ് ഡാറ്റയാണ് ഉള്ളത്. നമുക്കിനി ഈ ഒരു ഔട്ട്പുട്ട് ഒന്ന് ശരിക്കും നോക്കി നോക്കാം. അതായത് നമ്മൾ ഈ ജോയിൻ എന്ന് പറഞ്ഞ സീക്രട്ട് ക്ലോസ് കൊടുത്ത വഴി കിട്ടുന്ന ടേബിൾ എങ്ങനെയാണ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കി നമുക്ക് മനസ്സിലാവും 4 കോളംസ് ആണുള്ളത്. പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി ഉണ്ട്, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം ഉണ്ട്, റാം ഉണ്ട്, റോം ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത 4 കോളംസും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ വരുന്ന 10 ആണ്. പക്ഷെ നമുക്കിവിടെ 7, 8, 9 എന്ന പ്രൊഡക്റ്റ് ഐഡി കാണുന്നില്ല. ഇതുണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂസ് ചെയ്ത സീക്രട്ട് ക്ലോസ് എന്ന് പറയുന്ന ജോയിൻ ആയതുകൊണ്ടാണ്. ജോയിൻ അഥവാ ഇന്നർ ജോയിൻ രണ്ട് ടേബിളിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന് മാത്രമേ കമ്പൈൻ ചെയ്ത് ടേബിൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഈ രണ്ട് ടേബിളും ജസ്റ്റ് നോക്കാം. അതായത് ഇതാണ് പ്രൊഡക്ട്സ് എന്ന ടേബിൾ. പ്രൊഡക്ട്സ് എന്ന ടേബിൾ നമുക്ക് കാണാം 7 ഇവിടെയുണ്ട്, 8 ഇവിടെയുണ്ട്, 9 ഇവിടെയുണ്ട്. എന്നാൽ എനിക്ക് സ്പെസിഫിക്കേഷൻ എന്ന ടേബിൾ നോക്കുന്ന സമയത്ത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 10 ആണ് വന്നത്. അതായത് സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ 7, 8, 9 ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ഉണ്ടായി ജോയിൻ എന്ന് പറഞ്ഞ സീക്രട്ട് ക്ലോസ് യൂസ് ചെയ്ത് കിട്ടിയ ടേബിളിൽ 7, 8, 9 ഇല്ലാത്തത്. അതുപോലെ തന്നെ ഇനി നമുക്ക് അവസാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 വരെയാണുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം 71 ഉണ്ട്, 72 ഉണ്ട്, 73 ഉണ്ട്. പക്ഷെ നമുക്ക് പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ 71, 72, 73 ഇല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ 71, 72, 73 എന്ന് കാണാത്തത്. അതായത് ജോയിൻസ് യൂസ് ചെയ്ത് നമ്മൾ രണ്ട് ടേബിൾ ജോയിൻ ചെയ്യുമ്പം രണ്ട് ടേബിളിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ ജോയിൻ ചെയ്ത് പുതിയ ടേബിൾ ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് ലെഫ്റ്റ് ജോയിൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു സെയിം കേസിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് ജോയിൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കമാൻഡ് ടൈപ്പ് ചെയ്യാം. സെലക്ട് products dot product underscore id comma products dot product underscore name comma specifications dot ram comma specifications dot rom from പ്രൊഡക്ട്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ജോയിൻ. നേരത്തെ ജോയിൻ യൂസ് ചെയ്യുന്ന പകരം ഇവിടെ ലെഫ്റ്റ് ജോയിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ലെഫ്റ്റ് ജോയിൻ സ്പെസിഫിക്കേഷൻസ്, അടുത്ത നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുക. അതായത് ഓൺ പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി ഈക്വൽ ടു സ്പെസിഫിക്കേഷൻസ് ഡോട്ട് ഐ ഡി. അപ്പോൾ ഈ ഒരു കോഡിൽ ഈ ഒരു ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഒഴികെ ബാക്കിയെല്ലാം നേരത്തെ എഴുതിയ കോഡായിട്ട് സെയിം തന്നെയാണ്. അപ്പോൾ നേരത്തെ എഴുതിയ കോഡ് ജോയിൻ ആയതുകൊണ്ട് നമ്മൾ ജോയിൻ എന്ന് കൊടുത്തു. ഇത് ലെഫ്റ്റ് ജോയിൻ ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ജോയിൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ കോഡ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് സെലക്ട് പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി. അത് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി എന്ന് പറഞ്ഞ കോളം വേണം എവിടുന്ന്, പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും. പിന്നെ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന കോളം വേണം പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും. റാം എന്ന് പറയുന്ന കോളം വേണം സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്നും. റോം എന്ന് പറയുന്ന കോളം വേണം സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്നും. അപ്പോൾ നമ്മളിവിടെ ഓരോ കോളവും അത് ഏത് ടേബിളിൽ നിന്നാണ് എടുക്കേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തു. ഇനി ഫ്രം, അതായത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, എവിടുന്ന് പ്രൊഡക്ട്സ് ലെഫ്റ്റ് ജോയിൻ സ്പെസിഫിക്കേഷൻസ്, അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നും സ്പെസിഫിക് ടേബിളിൽ നിന്നും ഈ രണ്ട് ടേബിളും ലെഫ്റ്റ് ജോയിൻ വഴി കമ്പൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്നാണ് നമുക്ക് ഈ വാല്യൂസ് എടുക്കേണ്ടത്. ഓൺ, അതായത് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി ഈക്വൽ ടു സ്പെസിഫിക്കേഷൻസ് ഡോട്ട് ഐ ഡി. അതായത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ പ്രൊഡക്റ്റ് ഐ ഡിയും സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേബിളിലെ ഐ ഡിയും ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്ന സീക്രട്ട് ക്ലോസ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ കിട്ടിയ ടേബിൾ നോക്കി നോക്കാം. അതായത് നമ്മൾ കാണുന്നുണ്ട് 4 കോളംസ് ആണുള്ളത്. പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി ഉണ്ട്, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം ഉണ്ട്, റാം ഉണ്ട്, റോം ഉണ്ട്. ഇവിടെ നമ്മൾ ഈ രണ്ട് ടേബിളും ജോയിൻ ചെയ്ത് ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്തിട്ടാണ്.
അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളും സ്പെസിഫിക്കേഷൻ എന്ന ടേബിളും നമ്മൾ ജോയിൻ ചെയ്ത് ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് ജോയിൻ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ടേബിൾ ഏതാണോ ആ ടേബിളിൽ എൻ്റെ ഡേറ്റ ഉണ്ടാവും, പിന്നെ രണ്ട് ടേബിളിലും കോമൺ എലമെന്റ്സും ഉണ്ടാവും. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടേബിൾ എന്ന് പറയുന്നത് കണ്ടോ, പ്രൊഡക്ട്സ് എന്ന ടേബിളാണ് ലെഫ്റ്റിൽ നമ്മൾ കൊടുത്ത ടേബിൾ. ഇപ്പോൾ പ്രൊഡക്ട്സ് എന്ന ടേബിളിലെ എൻ്റെ ഡേറ്റ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് ടേബിൾ ഉണ്ടാവണം. പക്ഷേ സ്പെസിഫിക്കേഷൻ ടേബിളിൽ നിന്ന് വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് രണ്ട് ടേബിളും കോമൺ ആയിട്ടുള്ള മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രൊഡക്ട്സ് എന്ന ടേബിൾ നോക്കി നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ 1 2 3 1 തൊട്ട് 70 വരെയുള്ള ഡേറ്റയാണ് ഉള്ളത്. 1 തൊട്ട് 70 വരെ. അപ്പം നമുക്കിവിടെ ഈ ഒരു കിട്ടിയ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 അത് തൊട്ട് 70 വരെയുള്ള എൻ്റെ ഡേറ്റ ഇവിടെ കാണാൻ സാധിക്കും. അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളിലെ എൻ്റെ ഡേറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഐ ഡിയും പ്രൊഡക്റ്റ് നെയിം വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡേറ്റ പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ എൻ്റെ ഡേറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്നാണ് റാമും റോം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 7 8 9 ഈ 3 റോസ് ഓഫ് ഡേറ്റയിലും റാമും റോമും നെള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ റാമും റോമും ഇല്ല. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 71 72 73 എന്ന് പറയുന്ന IDs ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഡേറ്റയിൽ 71 72 73 ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂസ് ചെയ്ത് ലെഫ്റ്റ് ജോയിൻ ആണ്. ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ടേബിൾ, അതായത് പ്രൊഡക്ട്സ് ടേബിളിൽ എൻ്റെ ഡേറ്റ ഉണ്ടാവുള്ളൂ. റൈറ്റ് സൈഡ് ടേബിളിലും ലെഫ്റ്റ് സൈഡ് ടേബിളും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി ഇവിടെ നമ്മൾ കണ്ട നെൾ വാല്യൂസ് വരാൻ കാരണം എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഡേറ്റയോട് വന്നിട്ടുണ്ട്, പക്ഷെ ആ പറയുന്ന ഡേറ്റ മൊത്തം റൈറ്റ് സൈഡിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 7 8 9 എന്ന് പറയുന്ന ഡേറ്റ ഉണ്ട്, പക്ഷേ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് സൈഡ് സ്പെസിഫിക് ടേബിളിൽ ആ ഡേറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നെൾ വാല്യൂസ് വരാൻ കാരണം. ഇനി നമുക്ക് റൈറ്റ് ജോയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഈ സെയിം കേസിലോട്ട് തന്നെ നമുക്ക് റൈറ്റ് ജോയിൻ കൊടുക്കാം. നമുക്ക് കമാൻഡ് ടൈപ്പ് ചെയ്യാം, സെലക്ട് പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID comma products dot product underscore name comma specifications dot ram comma specifications dot rom from products. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റൈറ്റ് ജോയിൻ ആണ്. അപ്പോൾ റൈറ്റ് ജോയിൻ എന്ന് കൊടുക്കാം. റൈറ്റ് ജോയിൻ സ്പെസിഫിക്കേഷൻസ്, ഈ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാം. അതായത് ഓൺ പ്രൊഡക്ട്സ് ഡോട്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID ഈക്വൽ ടു സ്പെസിഫിക്കേഷൻസ് ഡോട്ട് ID. അതായത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത കോഡ് നേരത്തെ ടൈപ്പ് ചെയ്ത രണ്ട് കോഡുമായിട്ട് സിമിലർ തന്നെയാണ്. ജസ്റ്റ് ഇവിടെ മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ലെഫ്റ്റ് ജോയിൻ കൊടുത്തതിന് പകരം ഇവിടെ റൈറ്റ് ജോയിൻ ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ടേബിളിൽ പ്രൊഡക്റ്റ് ID ഉണ്ടാവും, പ്രൊഡക്റ്റ് നെയിം ഉണ്ടാവും, റാം ഉണ്ടാവും, റോം ഉണ്ടാവും. അപ്പം കിട്ടുന്നത് പ്രൊഡക്ട്സ് എന്ന ടേബിളും സ്പെസിഫിക്കേഷൻ എന്ന ടേബിളും ജോയിൻ ചെയ്തിട്ടാണ്. ആ ജോയിൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ജോയിൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ IDയും സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിലെ IDയും സെയിം ആണെന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് 91 റോസ് എന്ന് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടേബിളിലെ വാല്യൂസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്കിവിടെ 4 കോളംസ് ആണുള്ളത്. പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID ഉണ്ട്, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം ഉണ്ട്, റാം ഉണ്ട്, റോം ഉണ്ട്. ഇവിടെ നമ്മൾ റൈറ്റ് ജോയിൻ യൂസ് ചെയ്തിട്ടാണ് രണ്ട് ടേബിൾ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായിരിക്കും ആ ഡേറ്റ എന്ന്. അതായത് റൈറ്റ് സൈഡിലെ ടേബിൾ ഏതാണോ ആ ടേബിളിൽ എൻ്റെ ഡേറ്റ വരും. അത് ലെഫ്റ്റ് സൈഡിൽ നിന്നും രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് ഡേറ്റ വരും. അപ്പം ഇവിടെ റൈറ്റ് സൈഡിലെ ടേബിൾ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻസ് ആണ്, ലെഫ്റ്റ് സൈഡ് ടേബിൾ എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ആണ്. അപ്പം റൈറ്റ് ജോയിൻ വഴി റൈറ്റ് സൈഡിലെ ടേബിൾ, അതായത് സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിലെ എൻ്റെ ഡേറ്റ വരും. എന്നാൽ ലെഫ്റ്റ് സൈഡ് പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഡേറ്റ വരും. അപ്പം നമുക്കിവിടെ നോക്കി നോക്കാം. ഇവിടെ 1 ഉണ്ട്, പ്രൊഡക്റ്റ് ID 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 10 ആണ് വരുന്നത്. അതായത് റൈറ്റ് സൈഡ് ടേബിൾ സ്പെസിഫിക്കേഷൻ ടേബിളിൽ നമുക്ക് കാണുന്നത് എന്തൊക്കെയാണ്? 1 2 3 4 5 6 കഴിഞ്ഞ പിന്നെ 10 ആണുള്ളത്. അതായത് 7 8 9 ഉണ്ടാവില്ല. അപ്പം നമുക്ക് കിട്ടിയ ടേബിളിലും 7 8 9 ഇല്ല. ഇനി നമുക്ക് അവസാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ 70 ശേഷം 3 റോസ് ഓഫ് ഡേറ്റ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നെൾ വാല്യൂസ് കാണിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ 3 റോസ് ഓഫ് ഡേറ്റ പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ ഇല്ല, എന്നാൽ സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്നാണ് വരുന്നത്. നമുക്ക് സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ നിന്ന് നോക്കി നോക്കാം. അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിൽ 70 ശേഷം 71 72 73, അപ്പോൾ ഈ 3 റോസ് ഓഫ് ഡേറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും 16GB 256GB എന്ന് പറയുന്ന 71 ആണ്, 8GB 128GB എന്ന് പറയുന്ന 72 ആണ്, 32GB 256GB എന്ന് പറയുന്ന 73 ആണ്. അതായത് സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിലെ എൻ്റെ ഡാറ്റ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് റൈറ്റ് ജോയിൻ യൂസ് ചെയ്ത് നമ്മൾ രണ്ട് ടേബിൾ ജോയിൻ ചെയ്യുമ്പം റൈറ്റ് സൈഡിലെ ടേബിൾ ഏതാണോ അതിൽ എൻ്റെ ഡാറ്റ വരും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ട് വരുന്ന ഡാറ്റയും വരും. അടുത്തായി നമുക്ക് ഫുൾ ജോയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫുൾ ജോയിൻ യൂസ് ചെയ്ത് നമ്മൾ രണ്ട് ടേബിൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആ രണ്ട് ടേബിളിലും എൻ്റെ ഡാറ്റ ആ ഉണ്ടാകുന്ന ടേബിൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ MySQL നമുക്ക് ഫുൾ ജോയിൻ, ഇപ്പം നേരത്തെ കണ്ട പോലെ ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും കൊടുത്ത പോലെ ഫുൾ ജോയിൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. MySQL ഫുൾ ജോയിൻ എന്ന സീക്രട്ട് ക്ലോസ് വർക്ക് ആവില്ല. അപ്പം നമുക്കിവിടെ ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ട് ഫുൾ ജോയിൻ ഈക്വലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആ കോഡ് ടൈപ്പ് ചെയ്യാം. സെലക്ട് products dot product underscore id comma products dot product underscore name comma specifications dot ram comma specifications dot rom from products left join specifications on products dot product underscore id equal to specifications dot id union all select products dot product underscore id products dot product underscore name comma specifications dot ram comma specifications dot rom from products right join specifications on products dot product id equal to specifications dot id. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ 182 റോസ് കാണുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കോഡൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ 3 ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ജോയിൻ ആണ്. അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളും സ്പെസിഫിക്കേഷൻ എന്ന ടേബിളും ലെഫ്റ്റ് ജോയിൻ ചെയ്തു. അവസാനത്തെ 3 ലൈൻ എന്ന് പറയുന്നത് റൈറ്റ് ജോയിൻ ആണ്. അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളും സ്പെസിഫിക്കേഷൻ എന്ന ടേബിളും റൈറ്റ് ജോയിൻ ചെയ്തു. പിന്നെ നമ്മളിവിടെ യൂണിയനോൾ യൂസ് ചെയ്തു. ഇതുവഴി ഫുൾ ജോയിൻ ഈക്വൽ ആയിട്ടുള്ള ടേബിൾ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ആയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ വാല്യൂസ് ഒക്കെ നോക്കി നോക്കാം. അപ്പം 4 കോളംസ് ഉണ്ട്. പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം, റാം ആൻഡ് റോം. അപ്പോൾ നമ്മൾ വാല്യൂസ് ഈ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6, 7, 8, 9. 7, 8, 9 ആ 3 പ്രൊഡക്റ്റ് ഐ ഡീസ് ഉണ്ട്. അപ്പം റൈറ്റ് സൈഡിലെ ടേബിൾ അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നെൽ വാല്യൂസ് കാണിക്കുന്നത്. ഇനി നമുക്ക് അവസാനം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവസാനം 3 റോസ് നെള്ളായിട്ടാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന നമുക്ക് സ്പെസിഫിക്കേഷൻ എന്ന ടേബിളിലെ 71, 72, 73 അതിന് ഈക്വൽ ആയിട്ടുള്ള ഡേറ്റയാണ് കാണുന്നത്. അതായത് ഫുൾ ജോയിൻ യൂസ് ചെയ്യുന്ന വഴി ലെഫ്റ്റ് ടേബിളിൽ എൻ്റെ ഡേറ്റ ഉണ്ടാവും, റൈറ്റ് സൈഡിൽ എൻ്റെ ഡേറ്റ ഉണ്ടാവും. ഈ MySQL നമുക്ക് ഫുൾ ജോയിൻ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ യൂണിയനോളൊക്കെ യൂസ് ചെയ്ത് യൂണിയനോളും ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിൻ ഇത് 3 യൂസ് ചെയ്തിട്ട് നമ്മൾ ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പഠിച്ചതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് ഓഫ് ജോയിൻ ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ജോയിൻ ഓർ ഇന്നർ ജോയിൻ. അപ്പോൾ ജോയിൻ ഓർ ഇന്നർ ജോയിൻ യൂസ് ചെയ്ത് കിട്ടുന്ന ടേബിളിൽ 2 ടേബിളിലെയും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ജോയിൻ ആയിരുന്നു. അപ്പോൾ ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്ത് കിട്ടുന്ന ടേബിളിൽ ലെഫ്റ്റ് സൈഡ് ടേബിളിലെ എൻ്റെ ഡേറ്റ ഉണ്ടാവും, റൈറ്റ് സൈഡ് ടേബിളിൽ നിന്നും 2 ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന ഡേറ്റയും കിട്ടും. തേർഡ് എന്ന് പറയുന്നത് റൈറ്റ് ജോയിൻ ആണ്. റൈറ്റ് ജോയിൻ വഴി കിട്ടുന്ന ടേബിൾ, അതായത് റൈറ്റ് സൈഡിലെ ടേബിളിലെ എൻ്റെ ഡേറ്റ ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ട് വരുന്ന ഡേറ്റ ഉണ്ടാവും. ഫോർത്ത് എന്ന് പറയുന്നത് ഫുൾ ജോയിൻ ആണ്. ഫുൾ ജോയിൻ വഴി കിട്ടുന്ന ടേബിളിൽ എൻ്റെ ഡേറ്റ 2 ടേബിളിലെയും എൻ്റെ ഡേറ്റയോടെ കാണാൻ സാധിക്കും.
ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻസ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് SQL കോഡ് ചെയ്യേണ്ടതെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. SQL പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചതിൽ വല്ല ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.